എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആക്ടിവിറ്റി ബുക്കിലെ യൂണിറ്റ് 7 എമംഗ് ഫ്രണ്ട്സ് എന്ന പാഠഭാഗമാണ്. വർക്ക്ഷീറ്റ് 49 കംപ്ലീറ്റ് ദ ബോക്സസ്. ഈ പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പായിട്ട് ആവർത്തന സങ്കലനമാണ് ഗുണനം. ഇത് എല്ലാവരും ഓർത്തുവയ്ക്കുക. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഈ പാഠഭാഗത്ത് ഉള്ളത്. ഈ പട്ടിക എങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടത്? ആദ്യം വരുന്നത് 2ന്റെ ആവർത്തന സങ്കലനമാണ്. 2 + 2 + 2 അങ്ങനെ 3 ടൈംസ് 2 വരുന്നു. ഇതിനെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനിൽ 3 × 2 എന്ന് എഴുതാം. 3 × 2 = 6. അതായത് 2നെ 3 പ്രാവശ്യം എഴുതി കൂട്ടിയാലും ഉത്തരം എത്ര കിട്ടും? 6 കിട്ടും. എഴുതി കൂട്ടുന്നതിന് നമുക്കിത്തിരി സമയം വേണ്ടി വരുന്നു. പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മെ സഹായിക്കുന്നു. ഈ ആക്ടിവിറ്റി 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളുമായി ബന്ധപ്പെട്ടതാണ്. 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മനഃപ്പാഠമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ക്രിയകൾ ചെയ്യാൻ സാധിക്കും. ആദ്യത്തെ നിരയിലെ ആ കണക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. അത് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഈ ആക്ടിവിറ്റിയിൽ തന്നെ വരുന്ന പ്രവർത്തനമാണിത്. 2നെ 3 ടൈംസ് എഴുതി കൂട്ടിയിരിക്കുന്നു. താഴെ 3 × 2 എന്ന് എഴുതിയിരിക്കുന്നു. ഇതിനോട് 5 ടൈംസ് 2 എഴുതി കൂട്ടിയിരിക്കുന്നതുമായി കൂട്ടണം. 3 × 2 + 5 × 2 = 8 × 2. 8 × 2 = 16. ആദ്യത്തേതുപോലെ ബാക്കി രണ്ടെണ്ണത്തിൻ്റെ ഉത്തരവും കണ്ടെത്തുക. വർക്ക്ഷീറ്റ് 50 ഫിൽ ഇൻ ദ ബോക്സസ്. ഈ വർക്ക്ഷീറ്റിൽ ബട്ടണുകളിലെ തുളകളുടെ എണ്ണമാണ് എഴുതേണ്ടത്. 2 തുളകൾ വീതമുള്ള 4 ബട്ടണുകളിലെ തുളകളുടെ എണ്ണം 4 × 2 ആണ്. ഇങ്ങനെ എഴുതിയതിന് ശേഷമാണ് 2നെ 4 തവണ കൂട്ടി 8 എന്ന് എഴുതുന്നത്. ഇതുപോലെ മറ്റുള്ളതും ചെയ്യുക. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് 51 ഫിൽ ദ എംപ്റ്റി ബോക്സസ്. ഒഴിഞ്ഞ കളങ്ങൾ ഫിൽ ചെയ്യുക. സി ഹൗ ബോൾസ് ആർ സ്റ്റാക്ക്ഡ് ഇൻ ദ മാത്ത് ലാബ്. ഗണിത ലാബിൽ പന്തുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടല്ലോ. ഫിൽ ഇൻ ദ എംപ്റ്റി ബോക്സസ്. മറ്റു കളങ്ങളിൽ എഴുതി ചേർക്കൂ. ഇവിടെ 5 ബോൾസിൻ്റെ കൂട്ടമായാണ് പന്തുകൾ അടുക്കി വെച്ചിരിക്കുന്നത്. ആദ്യത്തെ നിരയിൽ 5 പന്തിൻ്റെ ഒരു കൂട്ടമാണ്. അതായത് 1 × 5. 1 × 5 എന്നത് 1 × 5 = 5. രണ്ടാമത്തെ നിരയിൽ 5 പന്തുകളുടെ 2 കൂട്ടമുണ്ട്. അതായത് 2 × 5. അതിനെ മൾട്ടിപ്ലിക്കേഷനിൽ എങ്ങനെ എഴുതാം? 2 × 5 = 10. ഈ ടേബിളിലെ ബാക്കി ഭാഗങ്ങളും ഇതേ മാതൃകയിൽ ചെയ്യുക. ഇതുപോലെ വരുന്ന കണക്കുകൾ പെട്ടെന്ന് ചെയ്യാൻ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മനഃപ്പാഠമായി പഠിക്കുക. വർക്ക്ഷീറ്റ് 52 കംപ്ലീറ്റ് ദ നമ്പർ ചെയിൻസ്. സംഖ്യാമാല പൂർത്തിയാക്കൂ. 5 വീതം തുടർച്ചയായി കൂട്ടി എഴുതുന്നതിനുള്ള പ്രവർത്തനമാണിത്. ആദ്യത്തെ 2 മാലകളിൽ ആദ്യത്തെ സംഖ്യകൾ നൽകിയിട്ടുണ്ട്. തുടർന്ന് വരുന്ന സംഖ്യകൾ കണ്ടെത്തിയാൽ മതി. മൂന്നാമത്തെ മാലയിൽ നടുവിലെ 3 സംഖ്യകളാണ് നൽകിയിരിക്കുന്നത്. സംഖ്യകൾ 50, 55, 60. ഈ ചെയിനിൽ ആദ്യത്തേതും അവസാനത്തേതും സംഖ്യകൾ കണ്ടെത്തണം. നമുക്കാദ്യം ഫസ്റ്റ് ചെയിൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. 5 വീതം കൂടണം അല്ലേ? ആദ്യം എത്രയാണ് തന്നിരിക്കുന്ന ആ ചെയിനിലെ സംഖ്യ? 5. 5നോട് 5 കൂട്ടുമ്പോൾ 10 ആകും. 10നോട് 5 കൂട്ടുമ്പോൾ 15 ആകും. 15നോട് 5 കൂട്ടുമ്പോൾ 20 ആകും. 20യോട് 5 കൂട്ടുമ്പോൾ 25 ആകും. ഇത്രയും അവിടെ തന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് അതുപോലെ ചെയ്യാം. 25നോട് 5 കൂട്ടുമ്പോൾ 30 ആകും. 30യോട് 5 കൂട്ടുമ്പോൾ 35 ആവും. 35നോട് 5 ആഡ് ചെയ്യുമ്പോൾ 40 ആകും. രണ്ടാമത്തെ ചെയിനിൽ ഫസ്റ്റ് തുടങ്ങുന്നത് 30. 30യോട് 5 ആഡ് ചെയ്യുമ്പോൾ 35. 35നോട് 5 ആഡ് ചെയ്യുമ്പോൾ 40. ഇത്രയും സംഖ്യകൾ അവിടെ തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് നാം കണ്ടെത്തണം. 40യോട് 5 ആഡ് ചെയ്യുമ്പോൾ 45 ആവും. 45നോട് 5 ആഡ് ചെയ്യുമ്പോൾ 50 ആകും. 50യോട് 5 ആഡ് ചെയ്യുമ്പോൾ 55 ആവും. 55നോട് 5 ആഡ് ചെയ്യുമ്പോൾ 60 ആകും. 60യോട് 5 ആഡ് ചെയ്യുമ്പോൾ 65 ആവും. സെക്കൻഡ് ചെയിനും നാം പൂർത്തിയാക്കി. ഇനി നമുക്ക് തേർഡ് ചെയിൻ കംപ്ലീറ്റ് ചെയ്യാം. തേർഡ് ചെയിനിൽ നടുക്കിലുള്ള സംഖ്യകളാണ് തന്നിട്ടുള്ളത്. ആദ്യത്തേതും അവസാനത്തേതും തന്നിട്ടില്ല.
ആദ്യത്തെ സംഖ്യകൾ കാണാൻ വേണ്ടിയിട്ട് നടുക്കിലുള്ള സംഖ്യയിൽ നിന്ന് 5 വീതം കുറയ്ക്കുക. അപ്പോൾ 50ൽ നിന്ന് 5 കുറച്ചാൽ 45 കിട്ടും. 45ൽ നിന്ന് 5 കുറച്ചാൽ 40 കിട്ടും. അവസാന സംഖ്യയാണ് ഇനി നാം കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് 5 ആഡ് ചെയ്ത് പോവുക. 60യോട് 5 ആഡ് ചെയ്താൽ 65 കിട്ടും. 65നോട് 5 ആഡ് ചെയ്താൽ 70 കിട്ടും. 70യോട് 5 ആഡ് ചെയ്താൽ 75 കിട്ടും. ഈ ആക്ടിവിറ്റിയിൽ തന്നെ വരുന്ന പ്രവർത്തനമാണ് കംപ്ലീറ്റ് ദ പാറ്റേൺസ്. കുറച്ച് പാറ്റേണുകൾ തന്നിട്ടുണ്ട്, ഇത് പൂർത്തിയാക്കണം. ഫസ്റ്റ് പാറ്റേണിൽ 2ൽ തുടങ്ങി 2 വീതം കൂടി വരുന്ന പാറ്റേൺ ആണ്. 2, 4, 6, 8, പിന്നെ എത്ര വരും? 10, 12. സെക്കൻഡിലെ പാറ്റേണിൽ 5ൽ തുടങ്ങി 5 വീതം കൂടി വരുന്ന പാറ്റേൺ ആണ്. 5, 10, 15, പിന്നെ 5 ആഡ് ചെയ്യുമ്പോൾ 20, 20യോട് 5 ആഡ് ചെയ്യുമ്പോൾ 25, 25നോട് 5 ആഡ് ചെയ്യുമ്പോൾ 30. തേർഡ് പാറ്റേണിൽ 3ൽ തുടങ്ങി 3 വീതം കൂടി വരുന്ന പാറ്റേൺ ആണ്. 3, 6, 9, 9നോട് 3 ആഡ് ചെയ്യുമ്പോൾ 12, 12നോട് 3 ആഡ് ചെയ്യുമ്പോൾ 15, 15നോട് 3 ആഡ് ചെയ്യുമ്പോൾ 18. ഫോർത്ത് പാറ്റേണിൽ 6ൽ തുടങ്ങി 6 വീതം കൂടി വരുന്ന പാറ്റേൺ ആണ്. 6, 12, 18, 18നോട് 6 ആഡ് ചെയ്യുമ്പോൾ 24, 24നോട് 6 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ 30. ഇത് പാറ്റേണിൽ 32ൽ തുടങ്ങി 32ൻ്റെ പകുതിയായ 16 അടുത്ത സംഖ്യയായി വരുന്നു. അതായത് ഓരോ സംഖ്യയുടെയും പകുതി വീതം കുറഞ്ഞു വരുന്നു. അടുത്ത് നോക്കാം. 16ൻ്റെ പകുതി എത്രയാണ്? 8. 8ൻ്റെ പകുതി എത്രയാണ്? 4. 4ൻ്റെ പകുതി എത്രയാണ്? 2. 2ൻ്റെ പകുതി 1. അങ്ങനെയാണ് കുറഞ്ഞു വരുന്നത്. വർക്ക്ഷീറ്റ് 53. നമ്പേഴ്സ് ഇൻ ഡിഫറൻറ്റ് വേയ്സ്. സംഖ്യകൾ പല രീതിയിൽ. ഈ ആക്ടിവിറ്റിയിലെ ഒന്നാമത്തെ വർക്ക്ഷീറ്റ് 20 എന്ന സംഖ്യയെ പല രീതിയിൽ എഴുതുന്ന ആക്ടിവിറ്റിയാണ്. ഇവിടെ തന്നിരിക്കുന്നത് നോക്കാം. 10 × 2 എത്രയാണ്? 20 കിട്ടും. അടുത്ത് 5 + 5, അതായത് 5നെ 4 ടൈംസ് കൂട്ടി എഴുതിയിരിക്കുന്നു അല്ലേ? അങ്ങനെ 5നെ 4 ടൈംസ് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 20 കിട്ടും. അടുത്ത് നോക്കൂ, രണ്ടുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 20 കിട്ടണം. അപ്പോൾ എത്ര ടൈംസ് 2 വേണം? 10 ടൈംസ് 2 എഴുതി കൂട്ടിയാൽ 20 കിട്ടും. 10 + 10, ആൻസർ 20. 4 × 5 = 20. ഇതിൽ തന്നെ വരുന്ന അടുത്ത ആക്ടിവിറ്റിയാണ് 40. 40നെ എങ്ങനെ പിരിച്ചെഴുതിയിരിക്കുന്നു? 4 ടെൻസ് അല്ലേ? 4 പത്തുകളാക്കി പിരിച്ചെഴുതിയിരിക്കുന്നു. ഇവിടെ 3 പത്തുകളെ തന്നിട്ടുള്ളൂ അല്ലേ? ഒരെണ്ണം നാം എഴുതി ചേർക്കണം. അപ്പം 4 പത്തുകൾ അല്ലേ? 4 പത്തുകൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 40. തുടർന്ന് പത്തുകളെ പിരിച്ചു അല്ലേ? 2 5 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 10. അങ്ങനെ 8 അഞ്ചുകൾ ചേരുമ്പോൾ 40 കിട്ടും. 40 എന്ന സംഖ്യയെ നാം 4 പത്തുകളായിട്ട് തിരിച്ചെഴുതി. പിന്നെ എന്താണ്? ഈ പത്തുകളെ നാം പിന്നെ എന്താ അഞ്ചുകളായിട്ട് പിരിച്ചു. അങ്ങനെ 40 ആവാൻ 8 അഞ്ചുകൾ 8 ടൈംസ് 5 ആഡ് ചെയ്യുമ്പോൾ 40 കിട്ടും. 10 കിട്ടാൻ 5 2 തവണ എഴുതി കൂട്ടണം. 20 കിട്ടാൻ 5 4 ടൈംസ് എഴുതി കൂട്ടണം. 30 കിട്ടാൻ 5 6 ടൈംസ് എഴുതി കൂട്ടണം. 40 കിട്ടാൻ 5 8 ടൈംസ് എഴുതി കൂട്ടണം. 5ൻ്റെ ഗുണനപ്പട്ടിക മനഃപ്പാഠമാക്കിയാൽ കണക്കുകൾ ചെയ്യാൻ എളുപ്പമാണ്. എല്ലാവരും 5ൻ്റെ ഗുണനപ്പട്ടിക മനഃപ്പാഠമാക്കുക. ഈ പ്രവർത്തനത്തോടെ നിർത്തുന്നു. ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് വീണ്ടും കാണാം.